ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബാപ്പ്. ഓക്കെ, നമുക്കറിയാം ഈ പറയുന്ന 6th സെമസ്റ്ററിനകത്ത് ഏറ്റവും രസകരമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ കുറച്ച് വലിയ മൊഡ്യൂൾ നമുക്ക് കാണാൻ പറ്റും. സിലബസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ മൊഡ്യൂളായി കാണുന്ന, പക്ഷേ ഏറ്റവും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത്. നമ്മളിപ്പം ഒരു തവണ വായിച്ചവരോ അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഭാവനയിൽ എഴുതാനും അതുപോലെ തന്നെ എഴുതി ഫലിപ്പിക്കാനും 2 മാർക്കിനാണെങ്കിലും 4 മാർക്കിനാണെങ്കിലും ഒക്കെ നമുക്ക് എഴുതി ഫലിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. നിങ്ങളിപ്പോൾ ഇത് കുത്തിയിരുന്ന് ഓരോന്ന് തിയറി എന്താണെന്ന് നിങ്ങൾ പഠിക്കേണ്ട അത്ര ആവശ്യം വരുന്ന ഒരു ഏരിയ അല്ല സത്യം പറയുകയാണെങ്കിൽ അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്നുള്ളത്. അതിനകത്തുള്ള 3ാമത്തെ മൊഡ്യൂളാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മൊഡ്യൂളാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. എവിടെ? മീഡിയയിലും അതുപോലെ തന്നെ അഗ്രഷനും. നമുക്കറിയാം മീഡിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആൾക്കാർക്കിടയിൽ സോഷ്യൽ സൈക്കോളജി റിസർച്ചുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് മീഡിയ ഇൻഫ്ലുവൻസും കുറച്ചുകൂടി കൂട്ടി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള ഇൻഫ്ലുവൻസുകളും അതുമായി ബന്ധപ്പെട്ട് ഓരോ കൾച്ചറിനും ഓരോ കാലഘട്ടത്തിലും പ്രധാനമായിട്ടും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് അപ്ലൈഡിൻ്റെ പുസ്തകങ്ങളിലൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഏരിയകൾ, ഒരു കുട്ടി ജനിച്ചത് മുതൽ അവരുടെ മരണം വരെയുള്ള കാലയളവിൽ എന്തെല്ലാം രീതിയിൽ സമൂഹമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. മീഡിയ ആൻഡ് അഗ്രഷൻ നമുക്കറിയാം അല്ലേ, ഏറ്റവും ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് നമ്മൾ ഏത് സൈക്കോളജി തിയറി പഠിക്കുകയാണെങ്കിൽ അഗ്രഷനെ ഉൾപ്പെടുത്താതെ പറയാറില്ല. അപ്പോൾ മീഡിയയും അഗ്രഷനും എങ്ങനെയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി പഠിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഈ ചാപ്റ്ററിനെ നമുക്കുള്ള ആകെയുള്ള ഈ പറയുന്ന മൊഡ്യൂളിനെ ഇത്ര കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 4 ഭാഗങ്ങൾ, 4 പിന്നീടും സബ്ബാക്കി പഠിക്കാം. പക്ഷേ ഇത്രയും 4 കാര്യങ്ങളായിരിക്കും ഈ മൊഡ്യൂളിനകത്ത് ആകെ പഠിക്കാനുള്ളത്. വെറും 4 കാര്യങ്ങൾ. ഒന്നാമത്തെ പറയുന്നത് കോൺസിക്വൻസ് ഓഫ് വ്യൂ മീഡിയ വയലൻസ്. മീഡിയ വയലൻസ് നമ്മുടെ ഫിയറിനും അഗ്രസീവ് തോട്ടിനും എങ്ങനെ ബാധിക്കുന്നു, അതിൻ്റെ കോൺസിക്വൻസ്. അതായത് മീഡിയ വയലൻസ് എന്നുള്ള ഒന്നാമത്തെ ടോപ്പിക്കാണ് മീഡിയ ആൻഡ് വയലൻസ്. അത് നമ്മൾ ഫിയറിലും അതിന് അഗ്രസീവ് തോട്ട്സിലും എങ്ങനെ ബാധിക്കുന്നുള്ളത്. ദെൻ എഫക്ട്സ് ഓഫ് എക്സ്പോഷർ ഓഫ് വയലന്റ് പോണോഗ്രാഫി. ഓക്കെ, പോണോഗ്രാഫിയുടെ എക്സ്പോഷർ ഓഫ് വയലന്റ് പോണോഗ്രാഫി എങ്ങനെയാണ് സമൂഹത്തിൽ എന്തെല്ലാം രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ആൾക്കാരുടെ തോട്ടിലും അതുപോലെ തന്നെ ബിഹേവിയറിലും അവരുടെ സെക്ഷൽ ലൈഫിലും എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നുള്ളത് 2ാമത്തെ കാര്യമാണ്. അതാണ് നമ്മൾ പിന്നെ പഠിക്കുന്നത്. ദെൻ അടുത്തതാണ് എഫക്ട്സ് ഓഫ് മീഡിയ ഇൻഫ്ലുവൻസും തോട്ട്സ് എന്നുള്ളത്. കുറച്ചുകൂടി നമ്മൾ ഈ പറയുന്ന മേലെ പറഞ്ഞ കാര്യത്തെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഏരിയയാണ് എഫക്റ്റ് ഓഫ് മീഡിയ ഇൻഫ്ലുവൻസ് തോട്ട്സ്. അതാണ് 3ാമത്തെ ഭാഗം. 3 എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇതിനെ ഉൾപ്പെടുത്തി പറയാൻ വേണ്ട സാധനമാണ്. ദെൻ അഗ്രഷൻ. ഓക്കെ, അഗ്രഷനാണ് പിന്നെ 4ാമത്തെ. അഗ്രഷൻ പല ഭാഗത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. അഗ്രഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് ടേമുകൾ മാത്രം പഠിച്ച് വെക്കാം, കീ ടേമുകൾ. ബാക്കിയുള്ളത് നമുക്ക് പൊലിപ്പിച്ച് എഴുതാനും പറ്റിയുള്ള ഭാഗങ്ങളാണ്. ഓക്കെ, നമുക്ക് നോക്കാം. 1ാമത്തെ പാട്ട് എന്ന് പറയുന്നത് ഏതാണ്? കോൺസിക്വൻസ് ഓഫ് വ്യൂ മീഡിയ വയലൻസ് ഫിയർ ആൻഡ് അഗ്രസീവ് തോട്ട്സ്. ഓക്കെ, ഇതിനകത്ത് തന്നെ എന്ത് ചെയ്തു നമുക്ക് 2ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ഫിയർ ആയിട്ടും ഈ പറയുന്ന വ്യൂ മീഡിയ വയലൻസ് ഫിയറിലും ദെൻ അഗ്രസീവ് തോട്ട്സിലും. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൊഡ്യൂളിനകത്ത് ഈ പറയുന്ന മീഡിയ വയലൻസ് ഫിയറിലും അഗ്രസീവ് തോട്ട്സിലാണ് സമയത്ത് എന്ത് ചെയ്യുക, 2 എഴുതാൻ നോക്കുക. ആദ്യം ഫിയറിനെ കുറിച്ച് പറയാം, ദെൻ അഗ്രസീവ് തോട്ട്സിനെ കുറിച്ച് പറയാം, ദെൻ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിളുകൾ പറയാന്നുള്ളത്. നിങ്ങൾ അപ്ലൈഡിനകത്ത് ഏതൊരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സയൻറ്റിഫിക്കായി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഇൻസിഡൻസ്, ഓക്കെ, എവിടെയും നടക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ എന്തെങ്കിലും ഇൻസിഡൻസിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന രീതിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നെറേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മീൻസ് സ്കോർ വെക്കാൻ, മാർക്ക് വെക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. കാരണം സോഷ്യൽ സൈക്കോളജി എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, കുറേ അങ്ങ് എഴുതും. അത്രയൊന്നും ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് എക്സാം എഴുതുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ഫിയറുമായി ബന്ധപ്പെട്ട് അഗ്രസീവ് തോട്ട്സുമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഒരു പോയിന്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിലൊന്നാമത്തെ അറിയാം, നമുക്കറിയാം ഒരുപാട് സ്റ്റഡീസ് നിരന്തരം നടക്കുന്ന സോഷ്യൽ സൈക്കോളജി നടക്കുന്ന എക്സ്പെരിമെൻ്റൽ, നോൺ എക്സ്പെരിമെൻ്റൽ ആയിക്കോട്ടെ, ക്വാസി എക്സ്പെരിമെൻ്റൽ ആയിക്കോട്ടെ, പല രീതിയിലുള്ള എക്സ്പെരിമെൻറ്റുകളെല്ലാം തന്നെ പറയുന്നത് എന്താണ്, there is a causal relation between the media violence and aggressive behavior. അതായത് മീഡിയയിൽ നിരന്തരം കാണുന്ന വയലൻസുകൾ ഏത് രീതിയിലായിക്കോട്ടെ, സിനിമയിലായിക്കോട്ടെ, കാർട്ടൂണിലായിക്കോട്ടെ, വേറെ എന്ത് പ്രോഗ്രാമുകളിലായിക്കോട്ടെ, നമ്മൾ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ അഗ്രസീവ് ബിഹേവിയറിലേക്ക് അത് ലീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണാറുണ്ടല്ലേ പുതിയ സിനിമകളൊക്കെ പുതുതായിട്ട് ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാകുന്ന അഗ്രസീവ് ആക്റ്റുകൾ ഇമിറ്റേറ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും അത് മറ്റുള്ളവരുമായിട്ട് ആക്ട് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ പറയുന്ന നമ്മളെ ആൽബർട്ട് ബൻഡൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ മീഡിയ വയലൻസ് പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പറയുന്നത് ബന്ധൂരിൻ്റെ സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. അല്ലെ SLT എന്ത് ചെയ്യണം, നിങ്ങളെപ്പോഴും പറയാൻ ശ്രമിക്കണം. SLT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ബന്ധൂരിൻ്റെ തിയറിയൊക്കെ ഏത് കാലത്താണ്, ഏത് സമയത്താണ് പല രാജ്യങ്ങളിലും ഈ പറയുന്ന TV അല്ലെങ്കിൽ ഈ പറയുന്ന ടെലിവിഷൻ ഇൻവെൻറ്റ് ചെയ്തതിന് ശേഷം
അവിടുത്തെ കുട്ടികൾക്കിടയിൽ എന്തുണ്ടായിട്ടുണ്ട്, പല രീതിയിലുള്ള അഗ്രസീവായുള്ള ആക്റ്റുകൾ, അതുപോലെ തന്നെ പിന്നീട് അത് ദക്ഷിണാഫ്രിക്കയിലൊക്കെ സൗത്ത് ആഫ്രിക്കയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് TV നിരോധിക്കാൻ വരെ കാരണമായിട്ടുണ്ട്. കാരണം എന്താണ്, അവിടെ കുട്ടികളിൽ ഉണ്ടാകുന്ന കുട്ടികളിൽ ഇമ്പാക്റ്റ്, ഈ കിൻഡർ ഗാർട്ടനിലും അതുപോലെ തന്നെ നഴ്സറികളിലും സ്കൂളുകളിലൊക്കെ പിള്ളേർ കച്ചറ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ അടിപിടി കൂടാനൊക്കെ എന്താണ് കാരണമാവാറുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മീഡിയയുടെ ഇൻഫ്ലുവൻസിൽ, ടിവിയുടെ ഇൻഫ്ലുവൻസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് നമ്മൾ വീട്ടിലേക്കും അതുപോലെ നമ്മൾ പുറത്തേക്കും നമ്മൾ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ അനിയന്മാരിലേക്കും അനിയത്തിമാരിലേക്കും നോക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ പൊതുവെ കാണാറുണ്ട്. മോർ ലൈക്ലി ടു പെർഫോം ഫിയർ ദാറ്റ് റിവാർഡ് ഫോർ പെർഫോമിങ്. അതായത് അവരിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ പറയുന്ന എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടെന്ന് വിചാരിച്ച് ഒരിക്കലും തന്നെ ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള ആ ബിഹേവിയർ ആക്ട് ചെയ്യാൻ, വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പറയുന്ന സാധനം ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കണമെന്നില്ല. പക്ഷെ അത് റിവാർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലേ, സൈക്കോളജിയിൽ ഏത് കാര്യം റീഇൻഫോഴ്സിങ് ആണെങ്കിൽ മാത്രം, ഈ ടേം കൊടുത്ത് വെക്കട്ടെ, റീഇൻഫോഴ്സിങ് ആണെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യും, വീണ്ടും പെർഫോം ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അതിനകത്ത് നിങ്ങൾ ചേർക്കേണ്ട 3 ടേംസ് ആണ്. ഒന്ന് SLT, അതിനകത്ത് നിന്ന് ബോബോഡോൾ എക്സ്പെരിമെന്റ്. വീണ്ടും പറയുന്നില്ല, ബോബോഡോൾ എക്സ്പെരിമെന്റ് നിങ്ങൾ പറയാം. ഏതൊരു കാര്യം ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് പറയേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് റീസെന്റ് സ്റ്റഡീസ് പറയുന്നുണ്ട്. ലോഞ്ചൂഡിലായിക്കോളും ഗോസി എക്സ്പെരിമെന്റൽ സ്റ്റഡീസും എല്ലാം പറയുന്നുണ്ട്. മീഡിയയിൽ അഗ്രസീവ് ബിഹേവിയറിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അത് തന്നെ റിവാർഡറാണ്, പെർഫോം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നും, അതുപോലെ തന്നെ ബോബോഡോൾ എക്സ്പെരിമെന്റും, ദെൻ വൈകാരിയസ് ലേണിംഗ് ഒക്കെ മറ്റുള്ളവർ അത് ചെയ്യുന്ന സമയത്ത് അവരെ വേറെങ്കിലും രീതിയിൽ റീഇൻഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, അതിലൂടെ കുട്ടികൾ പഠിക്കുന്നത്, മുതിർന്നവർ പഠിക്കുന്ന, യങ്സ്റ്റേഴ്സ് പഠിക്കുന്ന രീതിയിലുള്ള വൈകാരിയസ് ലേണിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ടൈമിനകത്ത് പറയണം. ഈ പറയുന്ന ഇൻട്രോ കൊടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് 2 മുതൽ 3 മാർക്ക് വരെ, 3-4 മാർക്ക് വരെയൊക്കെ നമുക്ക് പോയിന്റ് ആക്കിയിട്ട് പോകാൻ പറ്റും. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തിട്ട് ഈ 3 ടേമുകൾ ഇമ്പോർട്ടൻ്റ് ആയി പറയാം. ദെൻ നമ്മൾ എന്തിലേക്ക് പോകും, ഈ പറയുന്ന മീഡിയ വയലൻസ്, ഫിയറും മീഡിയ വയലൻസും നമ്മളെ റിലേഷനെ കുറിച്ച് നമ്മൾ അടുത്ത് പറയും. ഓക്കെ, മീഡിയ ആൻഡ് വയലൻസ്, ഫിയർ. നമ്മൾ കുട്ടികളിലൊക്കെ നിരന്തരം ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വേറെ എന്ത് രീതി കാർട്ടൂണുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പറയുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരുപാട് ആനിമേ സാധനങ്ങൾ കാണുമ്പോഴൊക്കെ കുട്ടികൾ ഫിയർ രൂപപ്പെടാൻ തുടങ്ങും. ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഫിയർ വരാൻ കാരണമുണ്ട്. ഒരുപാട് റിസർച്ചുകൾ നിരന്തരം എന്തിൽ വരുന്നുണ്ട്, ഈ പറയുന്ന മീഡിയ വയലൻസ്, മീഡിയയിൽ കാണുന്ന വയലൻസുകൾ എന്തിലേക്കും ഫിയറിലേക്ക് എന്താണ് ലീഡ് ചെയ്യാറുണ്ട്. അതായത് അവിടെ കിട്ടുന്ന ഒരു വൈകാരികമായ ലേണിംഗ് അല്ല, ആ കുട്ടി പഠിക്കുമ്പോൾ കുട്ടി എന്താണ് ആ കുട്ടി കാണുന്നത്, ഭയങ്കരമായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഭയങ്കര ഒരു വയലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ, വയലൻ്റ് ആയിട്ടുള്ള യുദ്ധം റിലേറ്റഡ് ഗെയിം സാധനങ്ങൾ അല്ലെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിമുകൾ, ആ സാധനങ്ങളൊക്കെ കാണുന്ന സമയത്ത് കുട്ടികൾക്ക് എന്ത് രീതിയിൽ വരും, കുറച്ചൊരു ഫിയർ രൂപപ്പെടാൻ, ചെറുപ്പത്തിൽ തന്നെ ഫിയർ ഉണ്ടാവാൻ, അത് ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഫിയർ വരാനുള്ള കാരണമായിട്ട് വരും. ദെൻ ദ വേ ദാറ്റ് ചിൽഡ്രൻ റെസ്പോൺസ് കാരി മീഡിയ ആൾസോ ചേഞ്ച് ദേ ആർ ഗ്രോ ഓൾഡർ. അതായത് അവർ കാണുന്നത്, ചെറിയ പ്രായത്തിൽ കാണുന്ന ഒരു സാധനം, പേടിപ്പിക്കുന്ന സാധനം, ഭയങ്കര ഇൻട്രസ്റ്റോടെ കണ്ട സാധനം, ഏതെങ്കിലും തരത്തിൽ പേടിപ്പിച്ചൊരു സാധനം പിന്നീട് വലുതാവുന്ന സമയത്ത് ആ പേടി കൊണ്ട് നടക്കാൻ, ഏതെങ്കിലും തരത്തിൽ സ്റ്റിൽ പല കാര്യങ്ങളോടും പല ആക്റ്റുകളോടും പേടിയാവാനും കാരണമാവാറുണ്ട് എന്നുള്ളത്. ഓക്കെ, ഒരു തിയറി ഉണ്ട്, ഈ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന തിയറി നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. കൾട്ടിവേഷൻ തിയറി എന്നുള്ളതാണ് കേട്ടോ. കൾട്ടിവേഷൻ തിയറി പറയുന്നത് എന്തെന്ന് വെച്ചാൽ, one of the consequences of media violence is that people begin to see the world are more dangerous and mean. അതും ചിന്തിക്കുന്നതിനെക്കാട്ടും വലുതാണ് എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വയലൻസ്, മീഡിയ കാണുന്ന വയലൻസ് ഡേഞ്ചറസ് ആയിട്ട് വരുന്നുണ്ട് എന്നാണ് കൾട്ടിവേഷൻ തിയറി പറയുന്നത്. അപ്പോൾ ഈ തിയറി എന്ത് ചെയ്യണം, നിങ്ങൾ നോട്ട് ചെയ്താണ്ട്, അല്ലെങ്കിൽ പറയുന്നത് അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാറൊക്കെ ഇട്ടാണ് എന്ത് ചെയ്യണം, പേപ്പറിലേക്ക് കാണിക്കാൻ ശ്രമിക്കണം. ദെൻ കൾട്ടിവേഷൻ തിയറി സജസ്റ്റ് ദാറ്റ് ഹെവി വ്യൂവേഴ്സ് ഓഫ് മീഡിയ ഷുഡ് സീ ദ വേൾഡ് ആസ് മോർ വയലന്റ് ആൻഡ് ഹോസ്റ്റൈൽ പ്ലേസ് ടു ദാറ്റ് ടു ദ ലൈറ്റ് വ്യൂവേഴ്സ്. അതായത് അവർ നിരന്തരമായിട്ട് TV കാണുന്ന മീഡിയ കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ മീഡിയ കാണുന്ന ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർ വിചാരിക്കുക എന്താ വെച്ചാൽ ലോകം വളരെ വയലൻ്റ് ആണെന്നുള്ളതും, അവിടുത്തെ ആൾക്കാർ ഭയങ്കര ഹോസ്റ്റൈൽ ആണെന്നുള്ളതും, ഭയങ്കര പ്രശ്നക്കാരാണെന്ന രീതിയിലുള്ള ആൾക്കാർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പോഷർ കിട്ടുന്ന ആൾ വിചാരിക്കുന്നുണ്ടായിരിക്കുക ലോകത്ത് നടക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന രീതിയിലേക്ക് വിചാരിക്കുന്നുണ്ടായിരിക്കുക. ആരെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ ലെവലിൽ എന്ന് കാണുന്ന ആൾക്കാർ ഈ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇത്തരം കാര്യങ്ങൾ കാണുന്ന ആൾക്കാർ എന്നുള്ളത്. ഓക്കെ, മീഡിയ എല്ലായ്പ്പോഴും എന്താ പറയുക, ഒരു ബാഡ് ആയിട്ടുള്ള എഫക്റ്റ് മാത്രമല്ല, മീഡിയക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് സോഷ്യൽ സൈക്കോളജി എങ്ങനെയാണ് ഒരു അഗ്രഷനിലേക്കും മീഡിയ വയലൻസ് എങ്ങനെയാണ് ആൾക്കാരിൽ ബാധിക്കുന്നുള്ളതാണ് നമ്മൾ ഈ ത്രൂ ഔട്ടുള്ള എക്സാമിനകത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന മോഡ്യൂളിനകത്ത് നമ്മൾ ലീഡ് ചെയ്യേണ്ടത്. ഒരിക്കലും തന്നെ മീഡിയക്ക് ഒരുപാട് സപ്പോർട്ടീവായ സാധനങ്ങൾ അങ്ങനെയൊന്നും പറയുന്നതിന് അപ്പുറത്ത് മീഡിയ വയലൻസ് എങ്ങനെയാണ് ഒരു അഗ്രസീവ് ആൻഡ് ഫിയറിലേക്ക് പോകുന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ അടുത്ത മീഡിയ വയലൻസ് ആൻഡ് അഗ്രസീവ് തോട്ട്സ്. ടോട്ടൽ വന്ന ക്വസ്റ്റ്യന് ഈ പറയുന്ന ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യം എന്തെങ്കിലും ഇൻട്രോ കൊടുക്കണം. ആ ഇൻട്രോ കഴിഞ്ഞ ശേഷം ഫിയറിനെ കുറിച്ച് പറയണം. ദെൻ രണ്ടാമത്തെ പറയേണ്ടത് അഗ്രസീവ് തോട്ട്സും മീഡിയ വയലൻസും. ഒരാളിൽ നമുക്ക് പേടി രൂപപ്പെടാം,
കൈൻഡ് ഓഫ് പേടി, കണ്ടീഷൻഡ് ഫിയർ രൂപപ്പെടാം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അഗ്രസീവ് തോട്ട്സ് എങ്ങനെയാണ് രൂപം, കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എങ്ങനെയാണ്, ഒരാൾക്ക് തോട്ട്സിൽ എന്ത് മാറ്റമാണ് വരുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളത്. യെസ്, കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ഒരുപാട് മീഡിയാസ് എന്ത് ചെയ്യും, മനുഷ്യൻ്റെ പല സാധനങ്ങളും നേരിട്ട് കാണുന്നതിനെക്കാട്ടി കൂടുതൽ മീഡിയയിലൂടെ അറിയുന്നുണ്ടായിരിക്കും, അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ കാണുന്നുണ്ടായിരിക്കും, ഒക്കെ ഇവിടുന്നായിരിക്കും, മീഡിയയിലൂടെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്, ഓക്കെ ഇതാണ് ശരി എന്നുള്ളതാണ്. പിന്നീട് അതിനെ മാറ്റുന്നതിനും അതിനെ സപ്പോർട്ടീവായിട്ടും അതിനെ എതിർക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റും കമൻറ്റുകളും വരും. പക്ഷേ നമ്മൾ ആദ്യം കണ്ട് മനസ്സിലാക്കി ഉണ്ടായിരിക്കുക ആ അതുമായി രേഖപ്പെടുത്തിയ തോട്ട്സ് പ്രോസസ് അങ്ങനെയായിരിക്കും. ഒരുപാട് സ്റ്റഡീസ് പറയുന്നത് വെച്ചാൽ ദാറ്റ് പീപ്പിൾ ഹു ആർ എക്സ്പോസ്ഡ് ടു വയലന്റ് മീഡിയ ക്ലീവ് ആർ മോർ ലൈക്ക് ടു തിങ്സ് അഗ്രസീവ് തോട്ട്സ്. വീണ്ടും പറയാനുള്ള ഈ അഗ്രസീവായിട്ടുള്ള റൈറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ റൈറ്റർ ആയിട്ടുള്ള മൂവീസുകളിനകത്തൊക്കെ നിരന്തരം കാണുന്ന അഗ്രസീവ് ആക്റ്റുകളും കാര്യങ്ങളും അവരേതെങ്കിലും തരത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ, അറിയാത്ത തന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമം നടത്തും. അത് അവരുടെ തോട്ട്സിൽ കൃത്യമായ മാറ്റം വരുത്തും. അവർ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ലോകത്താകമാനം നടക്കുന്ന ഒരു സെനറി ഇങ്ങനെയാണ് അഗ്രസീവായിട്ടുള്ള ഹോസ്റ്റൽ ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പോൾ അയാളുടെ തോട്ടിൽ അതൊരു നോർമലൈസ് ചെയ്യപ്പെടാനും അതുമായ രീതിയിൽ ആൾക്കാർ പെരുമാറാനും തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അപ്ലൈഡ് സൈക്കോളജിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സാധനങ്ങളെ റീസൺ സ്റ്റഡി പറയുന്നുണ്ട്. ഈ സ്റ്റഡിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സ്റ്റഡി കോട്ട് ചെയ്തിട്ടില്ലെങ്കിലും റീസെൻ്റ് ആയിട്ട് സ്റ്റഡീസും ഈ പറയുന്ന സാധനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റിസർച്ചിലൊക്കെ കൂടുതൽ റിസർച്ച് നടക്കുന്ന രീതിയിലൊക്കെ ഒരു അടിസ്ഥാനം പറഞ്ഞിട്ട് വേണം നിങ്ങൾ പറയാൻ. Then increase in aggressive thoughts heightens likelihood to behave in a aggressive manner. അഗ്രസീവായ തോട്ട്സ് എന്തെങ്കിലും ആൾക്കാരോട് പെരുമാറുന്ന രീതിയും അഗ്രസീവ് ആയിരിക്കും എന്ന് പറഞ്ഞു വെക്കുക. Then media violence can also increase people aggressive thoughts and temporarily increase likelihood that people react violently. ചിലപ്പോൾ എന്ത് ചെയ്യും, തോട്ട് ഭയങ്കര അഗ്രസീവ് ആയെങ്കിലും ആ ഒരു വയലൻ്റ് ആയ രീതിയിൽ തന്നെ ആക്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, തോട്ടിൽ കാര്യമായ മാറ്റം വരും. ഈ തോട്ട്സ് കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യും, എക്സ്പ്ലിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ പുറത്തോട്ട് കാണിക്കണം എന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ തോട്ടിൽ കാര്യമായിട്ടുള്ള മാറ്റം വരും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പറയുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഫിയർ ആൻഡ് വയലൻസ് അഗ്രസീവ് തോട്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒരു ഇൻട്രോ കൊടുക്കുക. ആ ഇൻട്രോ എന്തെങ്കിലും ബ്രീഫ് ആയിരിക്കണം. ആ ഇൻട്രോനകത്ത് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് പറഞ്ഞതിന് ശേഷം ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്ന് മീഡിയ വയലൻസ് ഫിയറിലും അതുപോലെ തന്നെ പിന്നെ ഒന്ന് അഗ്രസീവ് തോട്ട്സിലും ഉള്ള സാധനത്തിൽ പറഞ്ഞിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 2-3 പോയിന്റ് കൊടുക്കുക. ഇതിന് 2-3 പോയിന്റ് കൊടുക്കുക വിത്ത് എക്സാമ്പിൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടി മിക്സ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒന്നാമത്തെ ഭാഗത്ത് നിന്നുള്ള മുഴുവൻ മാർക്ക് മുഖം എന്താ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ഏരിയകൾ, എങ്ങനെയാണ് മീഡിയ വയലൻസ് എങ്ങനെ നമ്മൾ തോട്ടിനും ഫിയറിലേക്കും ലീഡ് ചെയ്യുന്നുള്ളതായിരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് മീഡിയയുടെ വയലൻറ്റ് മീഡിയാസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.